എല്ലാവർക്കും ടേറ്റ്സ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു ചോദ്യം: നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? നിങ്ങളുടെ കഠിനാധ്വാനമോ അതോ കഴിവുകളോ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ കാലം എല്ലാം പങ്കുവെക്കുന്നവരുടെ കാലമാണ്. എന്നാൽ ഒരു മുറിവ് എല്ലാവരെയും കാണിക്കുമ്പോൾ അത് ചികിത്സിക്കാൻ ആളുകൾ ഉണ്ടാകണമെന്നില്ല. അതിൽ ഉപ്പ് തേക്കാൻ ആളുണ്ടാകും. ഈ സത്യം തിരിച്ചറിഞ്ഞ മഹാനായ വിവേകശാലിയാണ് ആചാര്യൻ ചാണക്യൻ. ചാണക്യനീതി പറയുന്നു: ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ വിജയങ്ങൾ നേടിയാലും ബഹുമാനം നിലനിർത്താൻ നിങ്ങളുടെ ഏറ്റവും അടുത്തവരിൽ നിന്ന് പോലും നിങ്ങൾ 7 കാര്യങ്ങൾ മറച്ചുവെക്കണം. ഈ രഹസ്യങ്ങൾ നിങ്ങൾ പങ്കുവച്ചാൽ അത് നിങ്ങളുടെ വിജയപാതയിലെ ഏറ്റവും വലിയ തടസ്സമായി മാറും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാണക്യൻ ഒരിക്കലും വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞ ആ 7 നിർണായക കാര്യങ്ങളാണ്. ഇത് വെറും പാഠങ്ങളല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വിവേകത്തിന്റെയും ശക്തിയുടെയും ഒരു പുതിയ വാതിൽ തുറക്കുന്ന താക്കോലാണ്. ഈ 7 കാര്യങ്ങൾ എന്താണെന്നും അവ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും വിശദമായി മനസ്സിലാക്കുവാൻ വീഡിയോ ഒട്ടും വൈകാതെ മുഴുവനായി കാണുക. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ അടുത്ത ചുവട്, വലിയ പദ്ധതികൾ, ലക്ഷ്യങ്ങൾ എന്നിവ പൂർത്തിയാകുന്നതുവരെ ഒരിക്കലും ആരുമായും പങ്കുവെക്കരുത്. വിജയത്തിനായുള്ള നിങ്ങളുടെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം നിങ്ങളുടെ പദ്ധതികളാണ്. ചാണക്യൻ ഉപദേശിക്കുന്നത് ഈ പദ്ധതികൾ പൂർത്തിയാകും വരെ അവ ഒരു രഹസ്യമായി സൂക്ഷിക്കണം എന്നാണ്. ഇതിന് പിന്നിൽ ശക്തമായ 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ ഊർജം ചോർന്നു പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വലിയ പദ്ധതി ആരംഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ഒരുതരം സംതൃപ്തി അനുഭവിക്കുന്നു. മനഃശാസ്ത്രപരമായി ഇത് ലക്ഷ്യം നേടിയതായി തലച്ചോറിന് ഒരു തോന്നൽ നൽകുന്നു. ഇതോടെ ലക്ഷ്യം നേടാനുള്ള യഥാർത്ഥ കഠിനാധ്വാനത്തിലുള്ള ഊർജം ചോർന്നു പോകുന്നു. ചാണക്യന്റെ ഉപദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അതിനെക്കുറിച്ച് ആരോടും വെളിപ്പെടുത്തരുത്. കാരണം നിങ്ങൾ സംസാരിച്ചുകൊണ്ട് സമയം കളയുമ്പോൾ നിങ്ങളുടെ എതിരാളികൾ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടാകാം. രണ്ടാമതായുള്ളത് അസൂയയുടെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ എന്നതാണ്. ലോകം വിചിത്രമാണ്. നിങ്ങൾ സന്തോഷത്തോടെ പങ്കുവെക്കുന്ന വലിയ സ്വപ്നങ്ങളെ മറ്റുള്ളവർ അതേപോലെ സ്വീകരിക്കണമെന്നില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കേൾക്കുന്നവരിൽ പലർക്കും അത് അസൂയയ്ക്ക് വഴിവെക്കും. ഈ അസൂയയുള്ളവർ നേരിട്ടല്ലെങ്കിൽ പോലും നിഷേധാത്മകമായ വാക്കുകളിലൂടെയോ ഉപദേശങ്ങളിലൂടെയോ നിങ്ങളുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഉദാഹരണം: വിത്ത് എല്ലാവരെയും കാണിച്ചാൽ അത് ഒരിക്കലും മുളയ്ക്കില്ല. വിത്ത് മണ്ണിനടിയിൽ നിശബ്ദമായി ഇരുട്ടിൽ കിടന്ന് അതിന്റെ ഊർജം സംഭരിച്ച ശേഷമാണ് പുറത്തു വരുന്നത്. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർണ്ണ വളർച്ചയെത്തും വരെ രഹസ്യമായി സൂക്ഷിക്കുക. മൂന്നാമതായുള്ള രഹസ്യം എതിരാളികൾക്ക് ആയുധം നൽകാതിരിക്കാൻ എന്ന കാരണമാണ്. നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് അത് എങ്ങനെ തകർക്കാം എന്നതിനെക്കുറിച്ച് എളുപ്പത്തിൽ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ അടുത്ത ചുവട് എന്തായിരിക്കുമെന്ന വ്യക്തമായ അറിവ് നിങ്ങളുടെ എതിരാളികൾക്ക് ഒരു തയ്യാറെടുപ്പിനുള്ള സമയം നൽകുന്നു. വിവേകമുള്ള നീക്കമാണ് നമുക്ക് വേണ്ടത്. ഒരു യോദ്ധാവ് യുദ്ധഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ നീക്കങ്ങൾ പരസ്യമാക്കില്ല. അതുപോലെ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും വരെ പദ്ധതികളെക്കുറിച്ച് മൗനം പാലിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളല്ല, നിങ്ങളുടെ വിജയമാണ് ലോകത്തോട് സംസാരിക്കേണ്ടത്. ചാണക്യന്റെ ദർശനം ഇങ്ങനെയാണ്: നിങ്ങളുടെ വിജയം സ്വയം സംസാരിക്കും. ആനയെ ആരും വിളിച്ചറിയിക്കേണ്ടതില്ല. അത് വരുമ്പോൾ എല്ലാവരും അറിയും. ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ അതിന്റെ പ്രഭാവം ലോകം കാണട്ടെ. അതുവരെ നിങ്ങളുടെ പദ്ധതികൾ നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യമായി തുടരട്ടെ. രണ്ടാമതായിട്ടുള്ള ചാണക്യതന്ത്രം സാമ്പത്തിക സ്ഥിതി എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വരുമാനം, സമ്പാദ്യം, നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. ഒരു വ്യക്തിയുടെ കരുത്ത് അളക്കുന്നതിൽ സമൂഹം ആദ്യം പരിഗണിക്കുന്ന ഘടകങ്ങളിലൊന്ന് അവരുടെ സാമ്പത്തിക നിലയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് അനിവാര്യമാണ്. എന്തിനാണ് ഇവ അനിവാര്യം എന്ന് നമുക്ക് നോക്കാം. ബഹുമാനവും മൂല്യവും സംരക്ഷിക്കുന്നതിന്. നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ വ്യക്തിത്വമോ കഴിവുകളോ ഒന്നും അനുസരിച്ചല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക നില വെച്ചാണ്. നിങ്ങൾ തകർന്നുവെന്ന് അറിയുന്ന നിമിഷം ബഹുമാനിച്ചിരുന്ന പലരും നിങ്ങളെ വിലയില്ലാത്തവനായി കാണുവാൻ തുടങ്ങും. സമൂഹം നിങ്ങളുടെ കയ്യിലുള്ള പണത്തെയാണ് ബഹുമാനിക്കുന്നത്, നിങ്ങളെ അല്ല. ചാണക്യന്റെ ഉപദേശം ഇങ്ങനെയാണ്: അടിത്തറയ്ക്ക് വിള്ളൽ സംഭവിച്ചാൽ അത് മിണ്ടാതെ നന്നാക്കാൻ ശ്രമിക്കുന്നത് പോലെ നിങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചോ പണത്തിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ആരോടും പറയരുത്. മൗനം നിങ്ങളുടെ ബലഹീനതയെ മറയ്ക്കും. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കണം എന്ന് പറയുവാൻ ഒരു കാരണം കൂടിയുണ്ട്: ചൂഷണവും സഹതാപവും ഒക്കെ ഒഴിവാക്കാൻ.
നിങ്ങളുടെ സാമ്പത്തിക ദുർബലത മനസ്സിലാക്കുന്നവരിൽ ഭൂരിഭാഗം പേരും യഥാർത്ഥത്തിൽ സഹായവുമായി വരില്ല. നേരെ മറിച്ച് 2 പ്രതികരണങ്ങളാണ് ഉണ്ടാവുക. 90% ആളുകളും സഹതപിക്കുകയോ അല്ലെങ്കിൽ രഹസ്യമായി സന്തോഷിക്കുകയോ ചെയ്യും. അതായത് മറ്റൊരാളുടെ ദുരിതത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന പ്രവണത. ചിലർ നിങ്ങളുടെ സാഹചര്യം ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. കുറഞ്ഞ വിലയ്ക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുവാനോ ചെറിയ സഹായം നൽകി നിങ്ങളെ ഒരു ആശ്രിതനോ അടിമയോ ആക്കാനും അവർ ശ്രമിച്ചേക്കാം. അതുപോലെ നിങ്ങളുടെ ഉയർന്ന വരുമാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് അനാവശ്യമായ ആവശ്യക്കാരെ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അസൂയക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുകയോ ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഊർജത്തെയും സമയത്തെയും നഷ്ടപ്പെടുത്തും. എന്നാൽ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ശേഷം അത് രഹസ്യമാക്കി വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. നിങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, ചിലവുകൾ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് ചിന്തിച്ച് പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ലാഭമായാലും നഷ്ടമായാലും ഒരു കോട്ട പോലെ കാത്തു സൂക്ഷിക്കുക. സാമ്പത്തിക സ്ഥിതിയാണ് നിങ്ങളുടെ കരുത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് സമൂഹം കരുതുന്നു. അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക രഹസ്യങ്ങൾ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും വിജയ സാധ്യതകളെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. മൂന്നാമതായി പറയുവാൻ പോകുന്നത് വ്യക്തിപരമായ ദൗർബല്യങ്ങളെക്കുറിച്ചാണ്. ദുഃഖങ്ങളെ മറയ്ക്കുന്നതിന്റെ വിവേകം. നിങ്ങളുടെ ഭയങ്ങൾ, ആത്മവിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ നിങ്ങളെ എളുപ്പത്തിൽ വേദനിപ്പിക്കുവാൻ കഴിയുന്ന വൈകാരികമായ കാര്യങ്ങൾ എന്നിവയൊന്നും ആരോടും വെളിപ്പെടുത്തരുത്. നമ്മുടെ മനസ്സിന്റെ മുറിവുകളാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ദൗർബല്യം. ഈ ദൗർബല്യങ്ങളെയും ദുഃഖങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചാണക്യൻ വളരെ ശക്തമായി ഉപദേശിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു മുറിവുണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും? മരുന്ന് വെച്ച് അതിനെ കെട്ടിവെക്കും. അത് ഉണങ്ങാൻ സമയമെടുക്കും. അല്ലാതെ ആ മുറിവ് എല്ലാവരെയും കാണിച്ചു നടക്കുമോ? ഇല്ല. കാരണം തുറന്നു വെച്ച മുറിവിലേക്ക് ഈച്ചകൾ വന്നിരിക്കും. അത് അണുബാധയുണ്ടാക്കി ആ മുറിവിനെ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. നമ്മുടെ മനസ്സിന്റെ മുറിവുകളും ഇതുപോലെയാണ്. ഇന്ന് നിങ്ങളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന സുഹൃത്ത് നാളെ ഒരിക്കൽ നിങ്ങളുമായി ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ നിങ്ങളുടെ ഈ രഹസ്യം നിങ്ങൾക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കില്ല എന്ന് എന്തുറപ്പുണ്ട്? നിങ്ങളുടെ സങ്കടം കേൾക്കുന്നയാൾക്ക് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുവാൻ കഴിയും? അവർക്ക് നിങ്ങളോട് സഹതപിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിക്കുമോ? ഇല്ല. 99% സാഹചര്യങ്ങളിലും നിങ്ങളുടെ കണ്ണുനീർ അവർക്ക് ഒരു നേരത്തെ എന്റർടൈൻമെന്റ് മാത്രമായിരിക്കും, ഒരു ഗോസിപ്പ് പറയാനുള്ള വിഷയം. ചാണക്യന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ആളുകൾ നിങ്ങളെ ഒരു ഇരയായി കാണാൻ തുടങ്ങും. ആരും ഒരു ഇരയെയും ബഹുമാനിക്കുകയില്ല. കരുത്തുള്ളവനെയാണ് ലോകത്തിനിഷ്ടം. ദുർബലത പ്രദർശിപ്പിക്കുന്നത് ബഹുമാനം നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ വേദനയെ ശക്തിയായി പരിവർത്തനം ചെയ്യുവാൻ നിങ്ങളുടെ വേദനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അതിനെ ഒരു ശക്തിയായി പരിവർത്തനം ചെയ്യുക എന്നതാണ് വിവേകമുള്ള നീക്കം. ചാണക്യന്റെ പാഠം ഇങ്ങനെയാണ്. നിങ്ങളുടെ വേദനയാണ് നിങ്ങളുടെ ശക്തി. അതിനെ ഒരു ബലഹീനതയായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത്. അതിൽ നിന്ന് പഠിക്കുക. ഇതിനർത്ഥം നിങ്ങൾ ആരോടും ഒന്നും പങ്കുവെക്കരുത് എന്നല്ല. നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയുന്ന 1-2 പേരുണ്ടാകും. ജീവിത പങ്കാളി, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സുഹൃത്ത്. അവരോട് മാത്രം നിങ്ങളുടെ മനസ്സ് തുറക്കുക. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറിന്റെ സഹായം തേടുക. നിങ്ങളുടെ പുഞ്ചിരി കൊണ്ട് ലോകത്തെ നേരിടുക. നിങ്ങളുടെ കണ്ണുനീർ അത് നിങ്ങൾക്ക് മാത്രം സ്വകാര്യതയായിരിക്കട്ടെ. അടുത്തതായുള്ളത് രഹസ്യമായ ദാനധർമ്മങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ ഒരിക്കലും പരസ്യമാക്കരുത്. ദാനധർമ്മങ്ങളുടെ ലക്ഷ്യം ആത്മീയമായ ഉന്നതിയും യഥാർത്ഥ കാരുണ്യവുമാണ്. എന്നാൽ അത് പരസ്യമാക്കുമ്പോൾ ആ ലക്ഷ്യം വഴിമാറിപ്പോകുന്നു. ഈ വിഷയത്തിൽ മനഃശാസ്ത്രപരമായ അടിത്തറയോടെ ചാണക്യന്റെ ഉപദേശം നമുക്ക് പരിശോധിക്കാം. പുരാതന ഇന്ത്യൻ തത്വചിന്ത അനുസരിച്ച് ദാനധർമ്മം എന്നത് ഒരു കർമ്മമാണ്. അതിന് അതിൻ്റെതായ ഫലമുണ്ട്. ഈ ധർമ്മം നിസ്വാർത്ഥമായിരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. ദാനം ചെയ്ത ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ നേടാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ദാനം പരസ്യമാക്കുമ്പോൾ അതിൻ്റെ ഫലം നഷ്ടപ്പെടുന്നു. കാരണം നിങ്ങൾക്ക് പ്രശംസ ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ കർമ്മഫലം ലോകത്ത് വെച്ച് തന്നെ ഉപയോഗിച്ചു തീരുന്നു. പിന്നീട് അതിന് സ്വർഗത്തിലോ ആത്മീയ ലോകത്തോ ഫലമുണ്ടായിരിക്കുകയില്ല. ആധുനിക മനഃശാസ്ത്രം പോലും ഈ സത്യം അടിവരയിടുന്നുണ്ട്. യഥാർത്ഥ ഔദാര്യം വരുന്നത് സഹാനുഭൂതിയിൽ നിന്നും കാരുണ്യത്തിൽ നിന്നുമാണ്, അല്ലാതെ മറ്റുള്ളവരിൽ നിന്നുള്ള ബാഹ്യമായ അംഗീകാരത്തിനായുള്ള ആവശ്യമല്ല. നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ നന്മയെ തൃപ്തിപ്പെടുത്തുവാനാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ നല്ല പ്രവൃത്തിയുടെ ആധികാരികതയെ കുറയ്ക്കുന്നു. നിങ്ങൾ പ്രശംസിക്കോ പുകഴ്ത്തിനോ വേണ്ടി ദാനം ചെയ്തു എന്നൊരു തോന്നലുണ്ടാക്കുന്നു. നിങ്ങൾ ദാനധർമ്മത്തെക്കുറിച്ചോ നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ചോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അഹങ്കാരം പ്രകടിപ്പിക്കുന്നതായി തോന്നാം.
ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ നല്ലതിനേക്കാൾ കൂടുതൽ മോശമായി ബാധിച്ചേക്കാം. വിനയം പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ സ്വകാര്യമായി സൂക്ഷിക്കുക. വിനയം എന്നത് ചാണക്യൻ പറഞ്ഞ ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ഗുണമാണ്. നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നിശബ്ദമായി ചെയ്യുക. കൈകൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്ന തത്വം ഇവിടെ പ്രസക്തമാണ്. നിങ്ങളുടെ ഔദാര്യത്തിന്റെ സാക്ഷ്യം കാലവും ദൈവവും മാത്രമായിരിക്കട്ടെ. അതാണ് നിങ്ങളുടെ ആന്തരിക ശക്തിയുടെ യഥാർത്ഥ ഉറവിടം. അഞ്ചാമതായുള്ളത് സ്വകാര്യ അപമാനങ്ങൾ എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കൈപ്പേറിയ നിമിഷങ്ങൾ, വ്യക്തിപരമായ അപമാനങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പരാജയങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരുതരം വൈകാരികമായ ആശ്വാസം നൽകിയേക്കാം. എന്നാൽ ചാണക്യൻ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ പങ്കുവയ്ക്കുന്ന ദുഃഖങ്ങൾ സഹതാപം നൽകുമെങ്കിലും അത് നിങ്ങളുടെ ബഹുമാനത്തെ ഇല്ലാതാക്കും. നിങ്ങൾക്ക് സംഭവിച്ച അപമാനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. പലപ്പോഴും ആളുകൾക്ക് ഈ വിവരം ലഭിച്ചാൽ അവർ അതൊരു ആയുധമായി ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട്. ഇത്തരം അപമാനങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് പോലും പറയരുത്. ആ സമയത്ത് നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചേക്കാം, വൈകാരികമായി പിന്തുണച്ചേക്കാം. എന്നാൽ പിന്നീട് നിങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ ആ അപമാനത്തെക്കുറിച്ച് അവർ വീണ്ടും വീണ്ടും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തേക്കാം. ഇത് ബന്ധത്തിന്റെ ആഴത്തിലുള്ള വിശ്വാസ്യതയെ തകർക്കുകയും നിങ്ങളുടെ മനസ്സിൽ മായാത്ത മുറിവുണ്ടാക്കുകയും ചെയ്യും. നിങ്ങളുടെ ദുഃഖകഥകൾ കേൾക്കുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് സഹതാപം തരും. എന്നാൽ സമൂഹം ശക്തിയുള്ളവരെയാണ് ബഹുമാനിക്കുന്നത്, ഇരയായി മാറിയവരെ അല്ല. നിങ്ങൾ നിരന്തരം നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ചോ അപമാനങ്ങളെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ദുർബലൻ എന്ന സ്ഥാനത്തേക്ക് മാറുന്നു. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ വെച്ച് ഒരു വലിയ അപമാനം നേരിട്ടുവെന്ന് കരുതുക. നിങ്ങളത് സുഹൃത്തുക്കളോട് പങ്കുവച്ചാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റാളുകളുടെ മുന്നിൽ വെച്ച് അതിനെക്കുറിച്ച് സംസാരിച്ച് നിങ്ങളെ അപമാനിക്കുവാൻ കഴിയും. അത് നിങ്ങളുടെ രഹസ്യങ്ങൾ പൊതുവിടങ്ങളിൽ ചർച്ചയാകുമ്പോൾ നിങ്ങളുടെ വിലയും നിലയും എല്ലാം കുറയുന്നു. അപമാനങ്ങളെയും വേദനകളെയും കുറിച്ച് സംസാരിക്കുന്നത് ആ മുറിവിൽ തന്നെ തുടരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വിവേകമുള്ള ഒരാൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാനാണ് ശ്രമിക്കേണ്ടത്. ചാണക്യന്റെ ഉപദേശം കേൾക്കുക. നിങ്ങളുടെ ദുഃഖത്തെ ഒരു സ്വകാര്യ വിഷയമായി സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം പരിഹാരത്തിലും മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മൗനം പാലിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ അനുഭവിച്ച വേദനയും അപമാനവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വകാര്യത. അതിനെ മറച്ചു വെക്കുന്നതിലൂടെ നിങ്ങളുടെ ബഹുമാനവും ആന്തരിക ശക്തിയും എല്ലാം സംരക്ഷിക്കുകയാണ്. നിങ്ങളുടെ മൗനം നിങ്ങൾ ആ ദുരനുഭവങ്ങളെ അതിജീവിച്ച് ശക്തനാണ് എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകേണ്ടത്. ആറാമതായുള്ളത് നിങ്ങളുടെ വീടിനുള്ളിലെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, പങ്കാളിയുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ചൊന്നും ഒരിക്കലും പുറത്തു പറയരുത്. കുടുംബം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. എന്നാൽ ആ ശക്തി ചോർത്തിക്കളയാൻ എളുപ്പമുള്ള ഇടം കൂടിയാണിത്. വീടിനുള്ളിലെ പ്രശ്നങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ചാണക്യൻ ഊന്നിപ്പറയുന്നു. എല്ലാ വീടുകളിലും ചെറിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നമ്മൾ കുടുംബാംഗങ്ങളെ പുറത്തു നിന്നുള്ളവരുടെ മുന്നിൽ വെച്ച് വിമർശിക്കുവാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് ഭാവിയിൽ നമ്മുടെ ബഹുമാനത്തെ ഇല്ലാതാക്കും. വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പോകുമ്പോൾ മറ്റൊരാൾക്ക് പൊതുസ്ഥലത്ത് നിങ്ങളെ അപമാനിക്കുവാൻ അവസരം ലഭിച്ചേക്കാം. നിങ്ങളുടെ വീട്ടിലെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ തർക്കങ്ങൾ ഉന്നയിച്ച് നിങ്ങളെ മാനസികമായി തകർക്കുവാൻ കഴിയും. അതിനാൽ ബാഹ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് നമ്മുടെ ഗാർഹിക കാര്യങ്ങളിൽ ഇടപെടാൻ അവസരം ലഭിക്കുകയും ആവശ്യമെങ്കിൽ നമ്മുടെ ആഭ്യന്തര തർക്കങ്ങൾ മുതലെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. പുറത്തുനിന്നുള്ള ഒരാൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ യഥാർത്ഥ ബന്ധം മനസ്സിലാക്കുവാൻ കഴിയില്ല. അവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപദേശങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ തർക്കങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തേക്കാം. ഒരു ഉദാഹരണത്തിന്, പങ്കാളിയുമായുള്ള ഒരു ചെറിയ തർക്കം ഒരു സുഹൃത്തിനോട് പറയുമ്പോൾ ആ സുഹൃത്ത് അതിനെ ഊതിപ്പെരുപ്പിച്ച് നിങ്ങളുടെ ബന്ധത്തെ തകർക്കുവാൻ ശ്രമിച്ചേക്കാം. ഒരു വീട് തകരുന്നത് പുറത്തുനിന്നുള്ള ഇടപെടലുകൾ കാരണമാണ്. നമ്മൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്ത കാര്യം കുടുംബാംഗങ്ങൾ അറിയുമ്പോൾ അവർക്ക് വളരെ മോശമായി തോന്നുകയും അവരുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ പുറത്ത് മോശമായി സംസാരിക്കുന്നത് അവർ അറിയുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. വിശ്വാസമാണ് ഒരു കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ എന്നത്. വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ തന്നെ പരിഹരിക്കാനുള്ള വിവേകം കാണിക്കുമ്പോൾ ആ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയേ ഉള്ളൂ. കുടുംബത്തിന്റെ ഭിത്തികൾക്ക് പോലും കാതുകളുണ്ട് എന്ന് കരുതി വീടുകളിലെ കാര്യങ്ങളെ പവിത്രമായി രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ ദുർബല നിമിഷങ്ങൾ പുറത്തുവിടുന്നതിലൂടെ
കുടുംബത്തിന്റെ കരുത്തിനെ നിങ്ങൾ ഇല്ലാതാക്കുന്നു. വീടിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് സംസാരത്തിലൂടെയല്ല, മറിച്ച് വിവേകത്തോടെയുള്ള നിശബ്ദതയിലൂടെയാണ്. അവസാനത്തായിട്ടുള്ളത് നിങ്ങളുടെ ദുഃഖവും നിസ്സഹായതയും ആരുമായി പങ്കുവെക്കരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ദുഃഖവും നിസ്സഹായതയും പരസ്യപ്പെടുത്തുന്നത് നിങ്ങളുടെ ബലഹീനതയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു. ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ വൈകാരികമായ ആശ്വാസത്തിനായി നാം ദുഃഖങ്ങൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ ചാണക്യൻ ഈ പ്രവണതയെ പൂർണ്ണമായും എതിർക്കുന്നു. കാരണം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ദുഃഖം കുറയ്ക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മെ ദുർബലരും നിസ്സഹായരുമായി തെളിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നിസ്സഹായതയാണ് ശത്രുക്കൾക്ക് ഏറ്റവും വലിയ ആയുധം. ശത്രുക്കളുമായി നിങ്ങളുടെ പ്രശ്നം പങ്കുവെച്ചാൽ അവർ നിങ്ങളുടെ നിസ്സഹായത മുതലെടുക്കും. നിങ്ങൾ ഇപ്പോൾ ദുർബലനും നിസ്സഹായനുമാണെന്ന് അറിയുന്ന ശത്രുക്കൾക്ക് പ്രതികാരം ചെയ്യാൻ ഇതൊരു അവസരമാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ പോലും പുറമേക്ക് നിങ്ങൾ ശാന്തനും കരുത്തനുമായിരിക്കണം. നിങ്ങളുടെ ദുഃഖം അറിഞ്ഞാൽ നിങ്ങളുടെ എതിരാളികൾ വീഴ്ത്തുവാൻ തക്കം പാർത്തിരിക്കും. നിങ്ങൾ സഹായം തേടുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നവർ പോലും നിസ്വാർത്ഥരല്ലായിരിക്കാം. ആരെങ്കിലും നിങ്ങളെ സഹായിച്ചാൽ അവർക്ക് പകരം അതിലും വലിയ സഹായം തിരികെ പ്രതീക്ഷിക്കും. ഒരു ചെറിയ സഹായത്തിന് പോലും അവർ ജീവിതകാലം മുഴുവൻ നിങ്ങളെ ആശ്രിതരായി നിലനിർത്താൻ ശ്രമിച്ചേക്കാം. ഈ കടപ്പാടിന്റെ ഭാരം മുഴുവൻ നിങ്ങൾ ഏൽക്കേണ്ടി വരും. നിങ്ങൾ തിരികെ നൽകാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ദേഷ്യം വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ അവർക്ക് ഒരുതരം അവകാശം സ്ഥാപിക്കുവാൻ ശ്രമിക്കും. ഇത് ഒരു പുതിയ തരം ബന്ധനമാണ്. മിക്ക ആളുകളും നിങ്ങളെ സഹായിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ പിന്നിൽ നിന്ന് കളിയാക്കുകയോ നിങ്ങളെ പരിഹസിക്കുകയോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ദുരിതം മറ്റുള്ളവർക്ക് ഒരു ഗോസിപ്പ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖകഥകൾ പങ്കുവെക്കുന്നത് നിങ്ങളുടെ പ്രശ്നം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ, അല്ലാതെ അത് പരിഹരിക്കില്ല. ദുർബലത പ്രകടിപ്പിക്കുന്ന ഒരാളെ ലോകം ബഹുമാനിക്കില്ല. നിങ്ങൾ നിസ്സഹായത പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനമാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ദുഃഖവും നിസ്സഹായതയും നമ്മുടെ മാത്രം സ്വകാര്യ വിഷയമാണ്. അത് നിങ്ങളുടെ കണ്ണുനീർ നിശബ്ദമായി ഉള്ളിൽ സൂക്ഷിക്കുക. അത് ദുർബലതയായി മറ്റുള്ളവരെ കാണിക്കുന്നതിന് പകരം ആ ദുഃഖത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്വയം ശക്തിപ്പെടുക. നിങ്ങളുടെ ശക്തി മൗനത്തിൽ ഒളിപ്പിക്കുക. ചാണക്യൻ നമ്മോട് ഈ 7 കാര്യങ്ങൾ, അതായത് ലക്ഷ്യങ്ങളാകട്ടെ, സാമ്പത്തിക നില, വ്യക്തിപരമായ ദൗർബല്യങ്ങൾ, ദാനധർമ്മങ്ങൾ, ഗാർഹികമായ കാര്യങ്ങൾ, ഇതൊക്കെ രഹസ്യമായി സൂക്ഷിക്കുവാൻ പറയുന്നത് നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാനോ അന്തർമുഖമാക്കാനോ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെ, അതായത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും ഊർജത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അധികമായി എല്ലാം മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞൊരു കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയും മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തുന്നതിനും വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം സ്വയം നഷ്ടപ്പെടുത്തുകയാണ്. ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്ത്രപരമായ മൗനത്തിന്റെ ശക്തിയാണ്. എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് എന്ന് തിരിച്ചറിയുന്നതിനാണ് യഥാർത്ഥ ജ്ഞാനം എന്നുള്ളത്. ഈ 7 രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു ഭാരമായി കാണാതെ അതിനെ ദി ആർട്ട് ഓഫ് ലിവിങ് വൈസ്ലി, അതായത് വിവേകത്തോടെ ജീവിക്കുവാനുള്ള ഒരു കലയായി കാണുക. ഓരോ രഹസ്യവും നിങ്ങൾക്ക് നൽകുന്ന ആന്തരിക ശക്തി എന്താണെന്ന് നോക്കൂ. കഠിനാധ്വാനം എന്നുള്ളത് സാമ്പത്തിക നില രഹസ്യമായി വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് കഠിനാധ്വാനത്തെ സ്വയം ബഹുമാനിക്കുവാൻ പഠിക്കുന്നു. വേദനകൾ പങ്കുവെക്കാതിരിക്കുന്നതിലൂടെ നിങ്ങൾ ദുർബലതയെ മറച്ചു വെക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക ശക്തിയെ കണ്ടെത്തുകയാണ്. പദ്ധതികൾ വെളിപ്പെടുത്താതിരിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുകയാണ്. അപമാനങ്ങൾ ഉള്ളിലൊതുക്കുന്നതിലൂടെ നിങ്ങൾ ഭീരുവാവുകയല്ല, മറിച്ച് പ്രതികാരത്തിന്റെ ഏറ്റവും മികച്ച രൂപമായ വിജയത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ദാമ്പത്യം സ്വകാര്യമായി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ ആ ബന്ധത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുകയാണ്. ഇനി മുതൽ മറ്റൊരാളോട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തുറന്നു പറയുവാൻ തോന്നുമ്പോൾ സ്വയം ചോദിക്കുക, ഇതുകൊണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് പ്രയോജനമാണുള്ളത്? ഇത് എൻ്റെ ആന്തരികമായ സമാധാനത്തെ എങ്ങനെ ബാധിക്കും? ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ഈ ചെറിയ വിവേകമുള്ള തീരുമാനങ്ങൾ നിങ്ങളെ പല തെറ്റുകളിൽ നിന്ന് രക്ഷിക്കും. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ എഴുതേണ്ടതും സംവിധായകനും എല്ലാം നിങ്ങൾ തന്നെയാണ്. അവസാനമായി ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ ലോകത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മൗനത്തിലാണ്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ പ്രവൃത്തിയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ അമർത്തുക. അതുവഴി നിങ്ങൾക്ക് ഇത്തരം ഉദ്ധരണികൾ ആദ്യം ലഭിക്കും.